ലാസ്റ്റ് വ്ലോഗിൽ നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ ഇൻ്റർലേക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നേരെ ട്രാവൽ ചെയ്ത് പോവുകയായിരുന്നു. നമ്മൾ സൂറക്ക് എന്ന് പറയുന്ന വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും ടോപ്പിലുള്ളൊരു സ്ഥലമാണ് സൂറക്ക്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഫുഡെല്ലാം കഴിച്ചു. അവിടെ നിന്ന് 1.5 മണിക്കൂർ നമുക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്ത് നമ്മൾ എത്തിയിരിക്കുന്നത് ലിൻഡിൻ്റെ ഒരു ഫാക്ടറിയിലാണ്. ലിൻഡ് വേൾഡ് ഫേമസ് ആയ ചോക്ലേറ്റ് ഫാക്ടറിയാണ് ലിൻഡ്. അപ്പോൾ അത് സൂറക്കിലാണുള്ളത്. അപ്പോൾ ലിൻഡ് ഫാക്ടറി നമുക്ക് ആസ്വദിച്ച് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വ്ലോഗിലേക്ക് നമുക്ക് കടക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാ? ഒരു ചോക്ലേറ്റ് വണ്ടർ വേൾഡിലാണ്. അതെ, ലിൻഡിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഫുൾ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു മധുരമേറിയ ഒരു വ്ലോഗാണ്. അതെ, അപ്പോൾ ഫുൾ ചോക്ലേറ്റും കാര്യങ്ങളും ലിൻഡ് ഫാക്ടറി നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വിറ്റ്സർലാൻഡിലുള്ള ലിൻഡ് ഫാക്ടറി ഫേമസ് ആയ ഫാക്ടറിയാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്ന് അതിൻ്റെ ടൂർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടൂർ കയറി അതിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് മേടിക്കാം, ടേസ്റ്റ് ചെയ്യാം, ഫ്രീ ആയിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ക്യൂവിലാണ്. ഒരാൾക്ക് $15 CHF അതെത്രയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇനി കുറേ നല്ല തിരക്കുണ്ട് ഇവിടെ. നോക്കട്ടെ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ള കാര്യം. ഓൾറെഡി നമ്മൾ ലേറ്റായി, എന്നാലും കുഴപ്പമില്ല. ഇന്ന് സൺഡേ 7 o'clock വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പുറകിൽ കാണാം ഒരു വലിയൊരു ഫൗണ്ടൈൻ പോലെ, ചോക്ലേറ്റ് ഫൗണ്ടൈൻ ആണ്. ഇങ്ങനെ എപ്പോഴും കുറച്ച് ചോക്ലേറ്റ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഫൗണ്ടൈൻ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഞങ്ങൾക്ക് 3:30 ഉള്ളൂ ടൂറ്. 1 മണിക്കൂറുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് കൂടെ ചുമ്മാ കുറച്ച് ഓഡിറ്റോറിയം വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് കാണാമെന്ന് വിചാരിച്ചു. ചോക്ലേറ്റ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകുന്നുള്ള കാര്യം അറിയത്തില്ല. അവിടുന്ന് വന്നപ്പോൾ കുറേ സാധനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗ്യാപ്പൊക്കെ ഇട്ടുകൊണ്ട് ആ പെട്ടിയിൽ വന്നത്. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്ത് ഇറങ്ങി ഞങ്ങൾ കുറേ സാധനങ്ങൾ ഓൾറെഡി വാങ്ങിക്കഴിഞ്ഞു. നോക്കട്ടെ എങ്ങനെ പറ്റുമെന്നുള്ളത്. അപ്പം നമുക്ക് ടൂറ് 3:30 ഇപ്പോൾ 2:30 ആയതേ ഉള്ളൂ. ഓൾമോസ്റ്റ് 1 hour ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് കുറച്ച് ഷോപ്പ് ചെയ്തിട്ട് പിന്നെ കയറി പോകാമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് വാങ്ങിയത് വണ്ടിയിൽ വെച്ചിട്ട് തിരിച്ച് ടൂറിന് വേണ്ടി കയറി പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെച്ചിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സംഭവം കിട്ടും, ഡിവൈസ് കിട്ടും. സോ ഇത് നമുക്ക് ഓരോ സ്ഥലത്ത് പോയി നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയും. അത് നമുക്ക് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഇൻഫർമേഷനിൽ കയറി ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങുന്നത് 3:30. ഇനി ഒരു 20 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ എവിടെയെങ്കിലും നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങി വരുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്കൊന്ന് നമ്മൾ പണ്ട് ഹെർഷീസിൽ പോയ പോലെ തന്നെയുള്ള ഒരു ഫാക്ടറിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചോക്ലേറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഏറ്റവും അവസാനം ഇങ്ങനെ ഉണ്ടായി വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം എങ്ങനെയാണെന്ന് കാണിക്കുന്നതായിരിക്കും പ്രോസസ്സ്. പക്ഷേ നമുക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി വെയിറ്റിംഗ് ടൈമാണ്. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇനി ലക്കി സ്റ്റേയിൽ പോകണമെന്നായിരുന്നു. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടൂറിന് കയറിയേക്കുവാണ്. ഈ കയറുന്നിടത്ത് തന്നെ ആദ്യമേ ഇത് കൊക്കോയുടെ പ്ലാന്റാണ് ഇവർ കാണിക്കുന്നത്. നമുക്കറിയാം നാട്ടിലുള്ള നമ്മുടെ കൊക്കോ ഇല്ലേ, ഇതിൽ നിന്നാണ് ആ ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രീ ആണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ ഈ കാണുന്നതെല്ലാം കൊക്കോ ട്രീയുടെ കൾട്ടിവേഷനും അതിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കേൾക്കുന്നത്. ഓൾറെഡി ഓഡിയോ ടൂർ ഉള്ളതുകൊണ്ട് നമുക്ക് അത് ജസ്റ്റ് അങ്ങ് കണ്ടു പോകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് ഈ ചോക്ലേറ്റിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. ഇവിടെ നമ്മളുടെ അമേരിക്കൻസും മയൻസും ഒക്കെ അങ്ങനെയുള്ള ഇതിനെ കൾട്ടിവേറ്റ് ചെയ്തതിനെ പറ്റിയുള്ളൊരു ഹിസ്റ്ററിയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്തെ ഉള്ള ഒരു കൊക്കോയുടെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയുള്ള സംഭവം. എൻ്റെ പുറകെ കാണുന്ന ഈ ഫൗണ്ടൻ, ഇത് നമ്മൾക്ക് ചോക്ലേറ്റ് ഫൗണ്ടനാണ്. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും അത് ചോക്ലേറ്റ് എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് പോയി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് ഞാൻ ചോക്ലേറ്റ് കഴിച്ച് മരിക്കും. സോ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആ മെഷീൻ്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഓൾറെഡി അതിൻ്റെ പ്രോസസ്സിങ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഈ ഒരു സെക്ഷനിൽ അവർ കാണിക്കുന്നത്. ഇവിടെ ആൽമണ്ട് ഇട്ട് വരാൻ വേണ്ടി ആൽമണ്ട്സിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ ലിൻഡിൻ്റെ ടൂറൊക്കെ കഴിഞ്ഞു. കുറേ ചോക്ലേറ്റ്സ് കിട്ടി. ഇറങ്ങാൻ നേരം വേറെ 2 ചോക്ലേറ്റും കൂടെ അവർ നമുക്ക് തന്നു. അപ്പം ഇന്നത്തെ ഒരു ടൂർ അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് 15 രൂപയ്ക്ക് ബർത്തല്ലെന്ന് എനിക്ക് തോന്നി. കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. പക്ഷെ കുറേ ചോക്ലേറ്റ് മേടിക്കാൻ പറ്റി. $15 അതിനുള്ള ചോക്ലേറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ വർത്താ, അല്ലാതെ ടൂർ വർത്താന്നല്ല. അവിടെ ചോക്ലേറ്റ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ടൂർ വർത്തായിരുന്നു. ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് കിട്ടുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ ബാക്കി ഭാഗങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ.